സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ നായികയെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇവർ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തത്? ഒരു വിജയ സിനിമയുടെ പ്രൊഡ്യൂസർ ആയതോ അല്ലെങ്കിൽ അതിൽ കയറി അഭിനയിച്ചതോ? ഇത് നായികയുടെ മാത്രം തെറ്റാണോ? നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് 11 എന്ന് പറഞ്ഞ സിനിമയെ മാറ്റി നിർത്താം, എന്നിട്ട് നമുക്കിതൊന്ന് വിശകലനം ചെയ്യാം. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇത് നായകന്റെ മാത്രം മിസ്റ്റേക്ക് അല്ല. സ്ക്രിപ്റ്റ് വീക്കായാലും ഇങ്ങനെ സംഭവിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാരക്ടറിന് ഡെപ്ത് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ഇല്ല, ഒന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ക്യാരക്ടേഴ്സും ഇങ്ങനെ തന്നെ ആയിപ്പോവും, ലോ പെർഫോമിംഗ് ആയിപ്പോവും. രണ്ടാമത്തെ പ്രശ്നം ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്, ഡയറക്ടറിന് ക്ലാരിറ്റി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. അത് ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ്. എന്താന്ന് വെച്ചാൽ ഒരു ഡയറക്ടറാണ് ആക്ടറിന് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഡയറക്ടറാണ്. ഡയറക്ടറിന് അതിനെക്കുറിച്ച് ഒരു അറിവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആക്ടറിന് കൺഫ്യൂഷൻ ആവും, ഇതേപോലെയൊക്കെ സംഭവിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഡയറക്ടറും അല്ല ആക്ടറും അല്ല, മൂന്നാമത്തെ ഒരാൾ നിങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് എഡിറ്റർ. അതായത് ഇപ്പോൾ ഒരു നല്ലൊരു ഷോട്ട് ഉണ്ട്, അടിപൊളി ഷോട്ട് ഉണ്ട്. അപ്പോൾ ഷോട്ട്സ് ഒക്കെ ആരെ തീരുമാനിക്കുക? എഡിറ്ററാണ്. അപ്പോൾ അവിടെ നായകന്റെ പെർഫോമൻസ് മോശമാണെങ്കിലും അത് നല്ല ഷോട്ടാണ്, ഇത് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു സംഭവം വരുന്ന സമയത്തും അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഒരാളെ മാത്രം തെറ്റ് പറയുന്നതിന് പകരം മൊത്തത്തിലുള്ള ഒരു ടീം എഫേർട്ടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റോ ഡയറക്ഷനോ പഠിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്താൽ മതി.